ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 36 മുതലുള്ള വാക്യങ്ങളിൽ, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെപ്പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. അപ്പോസ്തലൻ പറയുകയാണ്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം, യേശുക്രിസ്തു മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. അതിൻ്റെ അടുത്ത വാക്യം ഇങ്ങനെയാണ്, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ധന്യനായ പൗലോസ് പറയുകയാണ്, ഞാൻ ഉറച്ചിരിക്കുന്നു. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, വിശുദ്ധ ബൈബിൾ നമുക്ക് എന്തിനാണ് തന്നത്? ഈ പാത, ഈ കർത്താവിൻ്റെ വഴി പ്രയാസം നിറഞ്ഞതാണ്, കഷ്ടത നിറഞ്ഞതാണ്. അതിനകത്ത് സമാധാനമുണ്ട്, അതിനകത്ത് സ്വസ്ഥതയുണ്ട്, അതിനകത്ത് ബുദ്ധിമുട്ടും പട്ടിണിയുമുണ്ട്. പക്ഷേ വരുവാനിരിക്കുന്ന നിത്യ തേജസ് ഓർത്താൽ ഇതൊന്നും സാരമില്ല എന്നെണ്ണുവാൻ. അതാണ് അപ്പോസ്തലനോട് പറയുന്നത്, ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയത്തില്ല എന്ന് ഞാൻ ഉറയ്ക്കുകയാണ്. ഇത് നമ്മുടെ മനസ്സിനകത്ത് എടുക്കേണ്ട തീരുമാനമാണ്. പിശാച് കൊണ്ടുവരുന്ന പല പദ്ധതികളുണ്ട്. അമരത്ത് തലവെച്ച് കിടന്നുറങ്ങുന്ന യേശുവിൻ്റെ കൂടെ ഇരിക്കുന്ന 12 ശിഷ്യന്മാരിലേക്ക് ആഞ്ഞടിക്കുന്ന തിരമാലയും തള്ളിക്കയറുന്ന വെള്ളവും കാറ്റും ഇതൊക്കെ കണ്ട് അവർ പ്രാണഭയത്തിലായെന്നാണ്. പക്ഷേ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഇതിനൊന്നും എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ലെന്ന് അപ്പോസ്തലൻ ഇവിടെ ഉറപ്പിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിനകത്ത് യേശു കൂടെ ഉണ്ടെങ്കിൽ പ്രിയരെ, പാടക് മുങ്ങത്തില്ല, വെള്ളം കയറുമായിരിക്കും, പെരുവെള്ളം കവിയുമായിരിക്കും, തീയിൽ കൂടി കടക്കുമായിരിക്കും. പക്ഷേ വെന്തുപോകാതെയും മുക്കിക്കളയാതെയും സംരക്ഷിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് തലമുറകളെക്കുറിച്ചോർത്ത് ഭാരപ്പെടാതെ, കുടുംബജീവിതത്തെ ഓർത്ത് ഭാരപ്പെടാതെ നമ്മെ നടത്തുന്ന, നമ്മെ തകർക്കുന്നതല്ല, നമ്മെ നടത്തുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ച് ക്രിസ്തുവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.